എങ്ങനെയുണ്ട് ചിക്കൻ ടേസ്റ്റ് ചെയ്തപ്പോൾ? അടിപൊളിയായിരുന്നു. ശരിക്കും പുറത്തുനിന്നാണ് ടേസ്റ്റ്. ഇവിടെ ഒരാൾ ബാച്ചിലർ ഉണ്ട് അല്ലേ? നമസ്കാരം. ചപ്പാത്തി ഏത് രൂപത്തിലാന്ന് എനിക്കറിയില്ല, എന്നാലും ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ ഒരാളുണ്ട്, എന്നെ നോക്കുന്നു പക്ഷെ വരുന്നില്ല ഫ്രെയിമിലേക്ക്. ഞാൻ വിളിച്ചു പിടിച്ചിട്ട് ഞങ്ങൾ ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകും. ഇവിടെ എന്ത് ഭയങ്കര ഇട്ട് ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ്. എന്താ? ചപ്പാത്തി ആൻഡ് ചിക്കൻ കറി, ബാച്ചിലേഴ്സ് ചിക്കൻ. പക്ഷെ ഇവിടെ ബാച്ചിലർ അല്ല, എന്നാലും ഞാൻ പറയും. ഓക്കെ, ചപ്പാത്തി ഏത് രൂപത്തിലാണെന്ന് ചോദിക്കരുത്. ചപ്പാത്തി പരത്താൻ എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ. ഇല്ല, വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. എന്തോ നമുക്കിത് പോരെ മച്ചാനെ, നമുക്കിത് പോരെ അറിയാം. അപ്പോഴേക്കും ഞങ്ങള് ചപ്പാത്തി പരത്തുന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് നാളേക്കുള്ള എന്താ അത് ദോശമാവ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. ഇതില് ദോശയാവും അപ്പാവും അറിയില്ല, എന്തേലൊക്കെ ആവും. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ആക്കും. പണ്ട് അമ്മ ഉണ്ടാക്കി തരുമ്പോൾ നമുക്കൊന്നും അറിയില്ല, സുഖമായി ഇരിക്കാം, കഴിക്കാം. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്രത്തോളം എന്തൊക്കെ ഇടണം എന്നുള്ള വലിയ ഐഡിയ ഒന്നും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ചിക്കൻ ഒരു 2 മണിക്കൂർ മസാല തിരുമ്മി വെക്കണം. ഇതിലെന്തെങ്കിലുമൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് JP ഫ്രൈ മസാലയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക. ചൈനീസ് സ്റ്റൈലൊക്കെ നോക്കുന്നത്, പക്ഷെ ഇവിടെ സോസ് ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മൾ തട്ടിക്കൂട്ടി നമുക്ക് അറിയുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ പൊരിച്ചെടുക്കാം. ഇത് നമ്മൾ വറുക്കാനുള്ള പാത്രം ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിലയിട്ട് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് പീസ് ഉണ്ടാവില്ലേ ചിക്കനിൽ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പീസാണ് ഇത്, ഈ കഴുത്ത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എൻ്റെ മീറ്റൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കഴുത്ത്. ഇവിടെ നന്നായി വറുത്തെടുക്കാൻ വേണ്ടി വലിയ പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് 1-2 വട്ടം അത് വറുത്തെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ വയ്ക്കുക. ഫ്രൈ ചെയ്ത പാനല്ല, ചട്ടി ഓൾറെഡി കേട് വന്നിട്ടുണ്ടായിരുന്നു, അത് ഉപയോഗിക്കേണ്ടെന്ന് വെച്ചു. അപ്പോൾ അതേ എണ്ണ തന്നെയാണ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. എന്തോ അപ്പം നമ്മൾ സൂക്ഷിക്കാം, ഒരിക്കലും വെള്ളമുള്ള പാത്രത്തിൽ എണ്ണ ഒഴിക്കരുത്. എന്റെ മാതാവേ, കുറച്ച് കറിവേപ്പില ഇടണം. യെസ്, നമ്മളതിലേക്ക് കുറച്ച് സവാള ഇടുന്നു ഗൈസ്. ആകെ മൊത്തം ഒരു പുകയിപ്പടം, അത് കുഴപ്പമില്ല. സവാള ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യേണ്ട ഒരു സംഭവമാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളകും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അതിനുശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു മണമായിരിക്കും അപ്പോൾ ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് ആവട്ടെ, അത് നന്നായി മൂത്ത് അതിൻ്റെ മണം പച്ചമണം കാര്യങ്ങളെല്ലാം പോകുന്നവരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. മസാലേൻ്റെ പച്ചമണം കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുത്ത സംഭവമായിരുന്നു ക്യാപ്സിക്കം. പച്ച ക്യാപ്സിക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വഴറ്റിയ ശേഷം പിന്നെ നമ്മൾ മീഡിയം സൈസുള്ള 2 ടൊമാറ്റോ ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 തക്കാളി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാൻ, ഒന്ന് വേവാനുള്ള ടൈം കൊടുക്കുക അതിന്. നമ്മുടെ ഐറ്റം ഏകദേശം വഴന്ന് വന്നു. വഴറ്റി ഞാനൊരു പരുവാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വാടാനുണ്ട്. അപ്പോഴേക്കും ഗൈസ് ഒരു പാട്ട് പാടുമോ? പാട് ഗൈസ്, പാട്. ഓക്കെ, കുറച്ച് ഗരം മസാല, ഒരു പൊടിക്ക് ചിക്കൻ മസാലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി. അത് വളരെ കുറച്ചായിട്ട്, കുറച്ചും കൂടെ കുറച്ച്. ഓക്കെ ഗൈസ്, മതി ഗൈസ്. കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. വേണേൽ ഒരു പൊടിക്ക് മുളക് പൊടിയും കൂടെ ഇടാം, പക്ഷെ ഇതിൽ അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. വേറൊരു ഐറ്റം ഇട്ടിട്ടുണ്ട്, ഒരു പൊടിക്കായിട്ടുള്ളൂട്ടാ. വളരെ ചെറിയ രീതിക്ക് ഇത്തിരി ഒരു സ്വീറ്റ്നെസ്, സോസിൻ്റെ ഒരു സോസ് കഴിക്കാം, പക്ഷെ നമ്മളൊരു സോസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഒരു പൊടിക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അയ്യോ, ഇങ്ങനെയൊന്നല്ലല്ലോ അവിടെ കഴിച്ചേ. കാട്ടുകള്ളി എങ്ങനെയുണ്ട് പറ? അടിപൊളിയായിട്ടുണ്ട്. എഗ്മറുകൾ എന്നെ സുമ്മാവാ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ കാണിച്ചു. അത്യാവശ്യം വഴന്ന് വരുമ്പോൾ നമ്മൾ
എല്ലാം ശുപാർശയും ഞാൻ ഇതിൽ കാണുന്നു. നമ്മുടെ ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കൊക്കെ ഇട്ട് വഴറ്റി ആ മസാലയിലേക്ക് നമ്മൾ നേരെ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അതൊന്ന് വേവാൻ വയ്ക്കുക. ഒരു പൊടിക്ക് വേണേൽ വെള്ളം ഉപയോഗിക്കാം. എന്നിട്ട് അതൊന്ന് വേവിക്കാൻ വയ്ക്കുക. ഫ്രൈ ചെയ്ത ചിക്കനിലേക്ക് ആ മസാലകളെല്ലാം പിടിക്കുന്നവരെ ഒരു ടൈം കൊടുക്കുക. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു സംഭവമാണിത്. അധികം സ്പൈസി അല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബാച്ചിലേഴ്സിനൊക്കെ സുഖമായി ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ നല്ലൊരു ടച്ചിങ്സും കൂടിയാണിത്. യെസ്, ഫൈനലി നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പരത്തി വെച്ച ചപ്പാത്തി മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ പൊക്കി പറ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ചില്ലി ചിക്കൻ്റെ അതേ ടേസ്റ്റ് അത്രക്കൊന്നുമില്ല, ചെറുതായിട്ട് എവിടെയോ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ആ മറ്റേ മുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ മിക്സിലിട്ട് അടിച്ചതുകൊണ്ടാണെന്ന് അറിയാം. യെസ്, ഫൈനലി ഒരു 10-10 ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഇതാണ് ഗൈസ് നമ്മുടെ ചിക്കൻ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയാമല്ലോ, എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ എടുത്തപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പീസായിരുന്നു ചിക്കൻ്റെ ലിവർ എന്ന് പറയുന്ന സംഭവം. എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് ഐശ്വര്യക്ക് പ്ലേറ്റിലേക്ക് തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല, നേരെ ഫുഡ് കഴിക്കാനായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം കഴിഞ്ഞു. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി ബ്രഷ് ചെയ്യണം, ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.